ഹലോ, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലൈവിൽ എങ്ങനെയാണ് ചാനലുകൾക്ക് അല്ലെങ്കിൽ ഐ ഡികൾക്ക് ബ്ലൂ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മിനിറ്റ് ഓക്കെ, ഞാനിവിടെ ലൈവിലുണ്ട്. ഇപ്പോൾ ഈ ലൈവിൽ ഹെന്നൂസ് വേൾഡിന് എന്തില്ല, ബ്ലൂ ഇല്ല. അപ്പോൾ ഞാൻ ബ്ലൂ കൊടുക്കുന്നു. അവരുടെ DPയിലൊന്ന് തൊടുക. ഇങ്ങനെ തൊട്ടപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇങ്ങനെ. അപ്പോൾ ലാസ്റ്റ് കാണാം, ലാസ്റ്റിൻ്റെ മൂന്നാമത്തെ ലൈനാണ് കേട്ടോ. താഴെ നിന്ന് മൂന്നാമത്തെ ലൈന് ആഡ് ആസ് മോഡറേറ്റർ എന്നുണ്ട്. ഏറ്റവും താഴെയുള്ള ആഡ് ആൻ യൂസർ എന്നുള്ളതാണ്, പുട്ട് യൂസർ എന്നുള്ളതാണ്. പിന്നെ കാണുന്നത് ആഡ് ആസ് മോഡറേറ്ററാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് ഓപ്ഷൻ. ഇതിൽ ആദ്യത്താണ് കൊടുക്കേണ്ടത്, രണ്ടാമത്തെ കൊടുക്കേണ്ടതില്ല. രണ്ടാമത്തെ കൊടുത്താലും നമ്മുടെ ചാനൽ അവർ നിയന്ത്രിക്കും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ല. അവർക്ക് വേണ്ടത് മറ്റുള്ള ചാനലുകൾ നോക്കാൻ പോകാൻ ഇങ്ങനെയൊക്കെയാണ്, അവരെ ബ്ലോക്ക് ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തേത് കൊടുക്കുന്നത്, മാനേജിങ് മോഡറേറ്റർ എന്നുള്ളത്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് ബ്ലൂ ആയിട്ട് വരും. ഇപ്പോൾ അവരുടെ കമൻ്റ് ഇടുമ്പോൾ ബ്ലൂ ആയിട്ട് വരും. പക്ഷെ അവരെ ഇപ്പം അവിടെ എല്ലാം തോന്നുന്നുണ്ട് ലൈവിൽ, ഒരാളേ ഉള്ളൂ ഇവിടെ. നോക്കട്ടെ, ഞാൻ ഒക്കെ അവരെ കാണുന്നില്ല. ഞാനിവിടെ ഇപ്പോൾ ഒരാൾക്ക് ജന്നത്ത് ബ്ലോഗ് എന്നുള്ള ഒരു ചാനലിന് ബ്ലൂ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ എടുക്കുന്നുണ്ട്. അവരുടെ പേരിലേക്ക് ഞാൻ ക്ലിക്ക് അടിച്ചു, എന്നിട്ട് സ്ക്രോൾ ചെയ്യണം താഴോട്ടേക്ക്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും താഴെ നിന്ന് മേലോട്ടേക്കാണ്. അതിൽ മൂന്നാമത്തെ റിമൂവ് ആ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്നുള്ളതുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അവർക്ക് ബ്ലൂ പോയിട്ടുണ്ട്. ഇവിടെ മേലെ കാണിക്കുന്നുണ്ട് എഴുതിയിട്ട് ബ്ലൂ പോയിട്ടുണ്ടെന്നുള്ളത്. മോഡറേറ്റർ ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ വരെ ബ്ലൂ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ബ്ലൂ കൊടുക്കുന്നതും എടുക്കുന്നതും. ഇതിന് മറ്റൊരു വീഡിയോ കാണിച്ചു തരാൻ, നമ്മൾ പ്രൈവറ്റ് ചെയ്യുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത് വൈറ്റ് സ്റ്റുഡിയോയിലാണ്. വൈറ്റ് സ്റ്റുഡിയോ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓൺ ചെയ്തു. ഇപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ താഴെ കാണാം ഡിസേബിൾ, അതുപോലെ കണ്ടൻറ്റ്. അതിൽ ഒന്ന് ക്ലിക്ക് അടിക്കുക. രണ്ടാമത്തെയാണ് ഏറ്റവും താഴെ ലൈനിൽ 3 ഓപ്ഷൻ കാണാം. അതിൽ കണ്ടൻറ്റ് എന്നുള്ളത് അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനെയാണോ പ്രൈവറ്റ് ആക്കേണ്ടത്, ലൈവിനെയാണോ, ഷോർട്ടിനെയാണോ, വീഡിയോനാണോ, പ്ലേലിസ്റ്റാണോ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ലൈവിൻ്റെ ഇതെടുക്കുന്നുണ്ട്. ഇപ്പോൾ മേലെ കാണാം വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്. ഇങ്ങനെ മേലെ കാണാമല്ലോ വരി ആയിട്ട്. ഫസ്റ്റ് വീഡിയോ, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്. ഞാൻ ലൈവിന് എന്താക്കുന്നുണ്ട്, പ്രൈവറ്റ് ആക്കുന്നു. അപ്പോൾ ലൈവിലൊന്ന് ക്ലിക്ക് അടിക്കാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ലൈവിന് ഞാൻ പ്രൈവറ്റ് ആക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് അടിക്കാം. അതിൽ ക്ലിക്ക് അടിക്കുമ്പോഴേക്ക് ഇങ്ങനൊരു ഇതാണ് വന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ മേലെ കാണാം ഫസ്റ്റിൽ ഒരു പെൻസിൽ മാർക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടേക്ക് നോക്കുമ്പോഴേക്ക് ഇവിടെ രണ്ടാമത്തത് അൺലിസ്റ്റഡ് എന്നുള്ള ഇതുണ്ട്. അൺലിസ്റ്റഡ് എന്നുള്ള ഒരു ഇതുണ്ട്. അതിൻ്റെ അവിടെ ഒരു മാർക്ക് കാണാം. നിങ്ങളിൽ പ്രൈവറ്റ് എന്ന് കാണിക്കും അത്രേ, അല്ലെങ്കിൽ പബ്ലിക് എന്നാണ്. ഞാനിവിടെ കാണിച്ചു തരാം. അത് ഇവിടെ ഇപ്പോൾ കണ്ടല്ലോ, പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്, 3 കോളങ്ങളുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആക്കുകയാണെങ്കിൽ മൂന്നാമത്തേലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ബാക്ക് പോവുക, ഒറ്റൊരു ബാക്ക്. എന്നിട്ട് മേലെ വലത്തെ സൈഡിൽ കാണാമല്ലോ സേവ്, അതിലൊന്ന് ക്ലിക്ക് അടിക്കുക. ഇപ്പോൾ അതെന്തായിട്ടുണ്ട്, പ്രൈവറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ബാക്ക് അടിച്ച് നോക്കാം നമുക്ക്. എന്താ ഇവിടെ ലോക്ക് കാണുന്നുണ്ടല്ലോ രണ്ടാമത്തെ വീഡിയോ, ഈ ലൈവിന്. ലൈക്കിൻ്റെ അടുത്ത് നൈറ്റ് കാണാം, അവിടെ ഒരു ലോക്ക് ചിഹ്നം കാണാം. മറ്റേ മേലെ കാണാം പബ്ലിക്കിൻ്റെ ചിഹ്നമാണ്. അങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, പബ്ലിക്കും പ്രൈവറ്റും അതുപോലെ അൺലിസ്റ്റഡും ആക്കേണ്ടത്. മനസ്സിലായിരിക്കുമെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം. ഓക്കെ, എല്ലാവരും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.